പ്രിയമുള്ളവരെ, കാവ്യം 66 ഇന്ന് മിത്രനീലിമ എഴുതിയ പഴകിപ്പൊളിഞ്ഞ ഒരു പോലീസ് സ്റ്റേഷനാണ് പ്രധാന കഥാപാത്രം എന്ന കവിതയാണ് അവതരിപ്പിക്കുന്നത്. ഈ കവിതയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം. മിത്രനീലിമ എഴുതിയ പഴകിപ്പൊളിഞ്ഞ ഒരു പോലീസ് സ്റ്റേഷൻ ആണ് പ്രധാന കഥാപാത്രം എന്ന കവിതയാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ചുവപ്പ് കലർന്ന നീല വെളിച്ചത്തിൽ കുറുകിക്കൂടി നിന്ന നിശബ്ദതയിലാണ്ടുപോയ പൊളിഞ്ഞു തുടങ്ങിയ ആ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിലേക്കാണ് ഒരിക്കൽ അയാളെ കൊണ്ടുവന്നത്. കാണാനില്ല എന്ന പത്രവാർത്തയിൽ കുരുങ്ങിയ 2 പകലുകൾ തീർന്നു കഴിഞ്ഞിരുന്നു. ബൂട്ടുകളുടെ കനത്ത ഒച്ചപ്പാടിലും ഒറ്റ മനുഷ്യൻ്റെ ചെറുത്തുനിൽപ്പിനുമിടയിൽ പായൽ പൂപ്പുള്ള മഞ്ഞ നിറമുള്ള ആ കെട്ടിടം വീഴാതെ പിടിച്ചു നിന്നു. അലമുറകൾ വലിച്ചെടുത്ത് തുരുമ്പിച്ചു പോയ ഇരുമ്പു സെല്ലുകൾ അയാളെ കൊണ്ടുവന്ന നിമിഷം വാ മൂടിയിരുന്നു. മേശമേൽ മലർത്തിക്കിടത്തിയ നിലയിൽ അരയിൽ അല്പം തുണി മാത്രം. ഇരുട്ട് കനച്ചു വന്നു. വീഴാനൊരുങ്ങി നിന്ന കഴുക്കോലൊരെണ്ണം പറന്നുപോയി. ഇരുട്ടിൻ്റെ നൂലറ്റങ്ങളിൽ പറ്റിയ ചോരത്തുള്ളികൾ പഴകി പിഞ്ചിയ ഒരു വാൾ പെയിൻറ്റിംഗ് പോലെ തോന്നിച്ചു. ചുവപ്പ് കലർന്ന നീല വെളിച്ചത്തിൽ കുറുകിക്കൂടി നിന്ന നിശബ്ദതയിലാണ്ടുപോയ പൊളിഞ്ഞു തുടങ്ങിയ ആ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിലേക്കാണ് ഒരിക്കൽ അയാളെ കൊണ്ടുവന്നത്. കാണാനില്ല എന്ന പത്രവാർത്തയിൽ കുരുങ്ങിയ 2 പകലുകൾ തീർന്നു കഴിഞ്ഞിരുന്നു. ബൂട്ടുകളുടെ കനത്ത ഒച്ചപ്പാടിലും ഒറ്റ മനുഷ്യൻ്റെ ചെറുത്തുനിൽപ്പിനുമിടയിൽ പായൽ പൂപ്പുള്ള മഞ്ഞ നിറമുള്ള ആ കെട്ടിടം വീഴാതെ പിടിച്ചു നിന്നു. അലമുറകൾ വലിച്ചെടുത്ത് തുരുമ്പിച്ചു പോയ ഇരുമ്പ് സെല്ലുകൾ അയാളെ കൊണ്ടുവന്ന നിമിഷം വാ മൂടിയിരുന്നു. മേശമേൽ മലർത്തിക്കിടത്തിയ നിലയിൽ അരയിൽ അല്പം തുണി മാത്രം. ഇരുട്ട് കനച്ചു വന്നു. വീഴാനൊരുങ്ങി നിന്ന കഴുക്കോലൊരെണ്ണം പറന്നുപോയി. ഇരുട്ടിൻ്റെ നൂലറ്റങ്ങളിൽ പറ്റിയ ചോരത്തുള്ളികൾ പഴകി പിഞ്ചിയ ഒരു വാൾ പെയിൻറ്റിംഗ് പോലെ തോന്നിച്ചു. സഹകഥാപാത്രങ്ങൾ ഓരോന്നായി എത്തി. നാടകാന്തം ഉരുട്ടിയെടുത്ത പിഞ്ഞിയ ബോഡി അവിടെ തന്നെ മറവു ചെയ്തു. ഇതേ സമയം മറ്റൊരിടത്ത് ഒരമ്മ ആവലാതിയാൽ പാത്രം മോറി. ഒരു കാമുകി ഒളിച്ചുപോയ ഒരുവൻ്റെ വാർത്തയറിയാത്ത വേദനയാൽ ഇടതടവില്ലാതെ കുപ്പായം തുന്നി. ഒരച്ഛൻ മകനെ തെരഞ്ഞു നടന്നു. കാലം പതിവില്ലാതെ തെറ്റി ഒരു മഴ പെയ്തു. 3 പേരും ഒരേപോലെ നനഞ്ഞു. സഹകഥാപാത്രങ്ങൾ ഓരോന്നായി എത്തി. നാടകാന്തം ഉരുട്ടിയെടുത്ത പിഞ്ഞിയ ബോഡി അവിടെ തന്നെ മറവു ചെയ്തു. ഇതേ സമയം മറ്റൊരിടത്ത് ഒരമ്മ ആവലാതിയാൽ പാത്രം മോറി. ഒരു കാമുകി ഒളിച്ചുപോയ ഒരുവൻ്റെ വാർത്ത അറിയാത്ത വേദനയാൽ ഇടതടവില്ലാതെ കുപ്പായം തുന്നി. ഒരച്ഛൻ മകനെ തെരഞ്ഞു നടന്നു. കാലം പതിവില്ലാതെ തെറ്റി മഴ പെയ്തു. 3 പേരും ഒരേപോലെ നനഞ്ഞു. പച്ചക്കട്ടയിൽ പണി തീർത്ത ആ പഴഞ്ചൻ കെട്ടിടത്തിൻ്റെ അടിത്തറ ഇളക്കും വിധം ഒരു നിലവിളി ഉയർന്ന് പൊങ്ങി. ക്രൈം നമ്പർ 76/121. ചിതലരിച്ചു പോയ ഒരു ഫയൽ ഇരുമ്പറക്കുള്ളിൽ മറഞ്ഞിരുന്നു. പിന്നൊരു നാളിൽ പുഴ നിലതെറ്റി ലക്കില്ലാതെ ഒഴുകി അവശേഷിച്ച ഓർമ്മകളെ കൂടി കഴുകിക്കളഞ്ഞു. പച്ചക്കട്ടയിൽ പണി തീർത്ത ആ പഴഞ്ചൻ കെട്ടിടത്തിൻ്റെ അടിത്തറ ഇളക്കും വിധം ഒരു നിലവിളി പൊങ്ങി അമർന്നു.
ക്രൈം നമ്പർ 76/121. ചിതലരിച്ചുപോയ ഒരു ഫയൽ ഇരുമ്പറക്കുള്ളിൽ മറഞ്ഞിരുന്നു. പിന്നൊരു നാളിൽ പുഴ നിലതെറ്റിലെക്കില്ലാതെ ഒഴുകി അവശേഷിച്ച ഓർമ്മകളെ കൂടി കഴുകിക്കളഞ്ഞു. പഴകിപ്പൊളിഞ്ഞ ആ പോലീസ് സ്റ്റേഷൻ മഞ്ഞുമൂടിയ മലമുകളിലെ ആളൊഴിഞ്ഞ അവസാനത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെ ഒരു പുരാതന സ്മാരകം ആയിത്തീർന്നു. അയാളിപ്പോഴും അവിടുണ്ടെന്ന് കേട്ടു. നിലാവ് കനച്ചു വരുമ്പോൾ അയാളും ആ പോലീസ് സ്റ്റേഷനും ഒരുമിച്ച് നിലവിളിക്കും. പഴകിപ്പൊളിഞ്ഞ ആ പോലീസ് സ്റ്റേഷൻ മഞ്ഞുമൂടിയ ഒരു മലമുകളിലെ ആളൊഴിഞ്ഞ അവസാനത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെ ഒരു പുരാതന സ്മാരകമായി തീർന്നു. അയാളിപ്പോഴും അവിടുണ്ടെന്ന് കേട്ടു. നിലാവ് കനച്ചു വരുമ്പോൾ അയാളും ആ പോലീസ് സ്റ്റേഷനും ഒരുമിച്ച് നിലവിളിക്കും. അജ്ഞാതരുടെ നിലവിളികൾ ഭരണകൂടത്തിന് ഹരം പിടിപ്പിക്കുന്ന പോലൊന്നും ഈ കാലമത്രയും വേറെ ഉണ്ടാകുന്നില്ല, ഉണ്ടായിട്ടുമില്ല. പിന്നെ കാലം, ഓ അതെന്താണ്? അജ്ഞാതരുടെ നിലവിളികൾ ഭരണകൂടത്തിന് ഹരം പിടിപ്പിക്കുന്ന പോലൊന്നും ഈ കാലമത്രയും വേറെ ഉണ്ടാകുന്നില്ല, ഉണ്ടായിട്ടുമില്ല. പിന്നെ കാലം, ഓ അതെന്താണ്? പിന്നെ കാലം, ഓ അതെന്താണ്? പ്രിയമുള്ളവരെ, മിത്രനീലിമയുടെ പഴകിപ്പൊളിഞ്ഞ ഒരു പോലീസ് സ്റ്റേഷൻ ആണ് പ്രധാന കഥാപാത്രം എന്ന കവിത ഇവിടെ പൂർണ്ണമാകുന്നു. ഈ കവിത ആസ്വദിക്കുന്ന മുഴുവൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നന്ദി, ഹൃദയാഭിവാദ്യങ്ങൾ.